2021 റിലീസായ അപ്കമ്മിങ് സമ്മർ എന്ന വളരെ മനോഹരമായ ഫീൽ ഗുഡ് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ചെന്നിനെ കാണിച്ചുകൊണ്ടാണ്. അവൾ സ്കൂളിന് ശേഷം കോളേജിലേക്ക് പോകാനായിട്ടുള്ള എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന വളരെ അംബീഷ്യസ് ആയ ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ അതിന്റെ കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിച്ച ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് അവളുടെ മനസ്സിനെ മുഴുവൻ ബ്ലാങ്ക് ആക്കുന്ന രീതിയിൽ ഒരു സംഭവം നടക്കുന്നത്. ഒരു ദിവസം അപ്രതീക്ഷിതമായി അമ്മയുടെ ചില ചാറ്റുകൾ അവൾ കാണുന്നു. അത് അമ്മയുടെ ബോയ് ഫ്രണ്ടിന് അയച്ചതാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾക്ക് അമ്മയ്ക്ക് മറ്റൊരു റിലേഷൻ ഉണ്ട് എന്ന ആ ഒരു തിരിച്ചറിവ് വരുമ്പോൾ ആകെപ്പാടെ വല്ലാതെ പേടിയും ടെൻഷനും ഒക്കെ വരുന്നുണ്ട്. ആരോടും ഇതൊന്നും പറയാൻ സാധിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ തളർച്ചയിൽ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടുന്നു. പൂളിൽ ഏറെ നേരം അങ്ങനെ കിടക്കുന്ന അവൾക്ക് പിന്നീട് പനി പിടിക്കുന്നുണ്ട്. അടുത്ത ദിവസം എൻട്രൻസ് എക്സാം ആണ്. ഇത്രയും നാൾ താൻ കഷ്ടപ്പെട്ടത് അതിനു വേണ്ടിയിട്ടാണെന്ന കാര്യം അവൾ മറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പനി പിടിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിലും എൻട്രൻസ് എക്സാം എഴുതാൻ തന്നെ തീരുമാനിക്കുന്നു. ട്രിപ്സ് ഒക്കെ ഇട്ടുകൊണ്ട് നേരെ ആശുപത്രിയിൽ നിന്ന് വന്ന ആ ഒരു പടുതിയിലാണ് ഇരുന്ന് എക്സാം എഴുതുന്നത്. ആ സമയത്തെല്ലാം അവളുടെ പേരൻസ് എക്സാം ഹാളിന് വെളിയിലായി അവളെ കാത്തു നിൽപ്പുണ്ട്. അമ്മയുടെ ഈ ഒരു റിലേഷനെ പറ്റി അച്ഛൻ അറിയില്ല എന്നത് മറ്റൊരു വസ്തുത. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ഫ്രണ്ട്സുമായി സംസാരിച്ചിരിക്കുന്ന ടീം ഇവരുടെ ക്ലാസ്സിലെ യു എന്ന പയ്യനെ പറ്റിയാണ് ടോക്ക് നടക്കുന്നതെല്ലാം. ആ പയ്യൻ എൻട്രൻസ് എക്സാം എഴുതാനായി വന്നിരുന്നില്ല എന്നും അവൻ ഭയങ്കര സില്ലി ആയിട്ട് ലൈഫിനെ കാണുന്നത്, ഇങ്ങനെ കൊണ്ടോ ഒരു കാര്യം കെയർ ചെയ്യാതെ നടക്കുന്ന പയ്യന്മാരെന്നൊക്കെയാണ് ഫ്രണ്ട്സ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതൊക്കെ ചുമ്മാ ചെൻ കേട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. എന്തായാലും പിന്നീട് അവൾ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മോൾ എന്തിനാ അന്ന് അത്രയും നേരം വെള്ളത്തിൽ പോയി കിടന്നത്, അതുകൊണ്ടല്ലേ ഈ പനി പിടിച്ചത്, നന്നായിട്ടൊക്കെ എക്സാം എഴുതാൻ പറ്റിയോ ആവോന്നെല്ലാം അച്ഛൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവൾ എന്നാ തോന്നിവാസം കാണിച്ചത് കൊണ്ട് എനിക്ക് എന്തും വേണ്ടി സമയം പോയി. ഇവളുടെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നും കാര്യങ്ങൾ നോക്കി എത്രത്തോളം ജോലിയാ എനിക്കന്ന് പെൻഡിങ് ആയി വന്നതെന്നൊക്കെ അമ്മ കിടന്ന് ദേഷ്യപ്പെടുമ്പോൾ അവൾ അപ്പോഴും അമ്മയുടെ രഹസ്യബന്ധത്തെ പറ്റി അറിഞ്ഞതിന്റെ ഞെട്ടലാണ് താൻ അന്ന് അങ്ങനെ പെരുമാറിയത് എന്ന് പറയുന്നില്ല. നീ എന്തിനാ മോളോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്, അവൾക്ക് എന്തെങ്കിലും സങ്കടം വന്നപ്പോ പോയി കിടന്നതായിരിക്കും, അത് നല്ല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കല്ലേ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ബഹളം വെക്കാണോ വേണ്ടതെന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോൾ അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ പിന്നീട് ആ വഴക്ക് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. താൻ കാരണം തന്റെ പേരൻസ് ഇങ്ങനെ വഴക്കിടുന്നത് ഇഷ്ടപ്പെടാതെ അവൾ അന്ന് ഞാൻ സങ്കടപ്പെട്ട് കിടക്കാൻ കാരണം എന്റെ ബോയ് ഫ്രണ്ട് എന്നെ തേച്ചത് കൊണ്ടാണെന്ന് പെട്ടെന്ന് ഒരു കള്ളം പറയുന്നു. പക്ഷേ അവൾ പറഞ്ഞത് നിസ്സാരമാണെന്ന് അവൾക്ക് തോന്നുന്ന ഒരു പച്ചക്കള്ളമാണെങ്കിലും അത് കേൾക്കുന്ന അവളുടെ പേരൻസ് ഷോക്ക് ആവുന്നു. കാരണം ഇന്ന് വരെ അവളുടെ സമപ്രായക്കാരായ കുട്ടികളെ പോലെ അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉള്ളതായോ അല്ലെങ്കിൽ അവൾ ഡേറ്റിങ്ങിന് പോകുന്നതായോ ഒന്നും തന്നെ അവർക്കൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ആരാ പയ്യൻ, നിന്നെ പഠിച്ച പയ്യന്റെ പേര് പറയുന്നില്ല. അമ്മ ഒരുപാട് നിർബന്ധിക്കുമ്പോഴും ഒഴിഞ്ഞു മാറാനായി ചെൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്മ വിടാതെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കൂട്ടുകാരോട് സംസാരിച്ചിരിക്കുന്ന ടീം അവര് പറഞ്ഞുകൊണ്ടിരുന്ന യുവിനെ പറ്റി ഓർമ്മ വരുന്ന ചെൻ യുവിന്റെ പേര് പറയുന്നു. തന്റെ ക്ലാസ്സിലെ പയ്യനാണെന്നും കൂടി അവൾ പറയുന്നതൊക്കെ അമ്മ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ആകട്ടെ സ്കൂൾ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ചെൻ ക്ലാസ്സിലിരിക്കുന്ന ടീം ക്ലാസ് ടീച്ചർ അവളെ സംസാരിക്കാനായി വിളിപ്പിക്കുന്നു. ചെന്നിന്റെ അമ്മ അവൾക്ക് ക്ലാസ്സിലെ യുവുമായുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു കൊടുത്തതുകൊണ്ട് അതിനെപ്പറ്റിയാണ് ചോദിക്കുന്നത്. ഈ സമയം അവൾക്ക് അങ്ങനെ ഒരു റിലേഷൻ ഒന്നുമില്ല, ഞാൻ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരു പേര് പറയേണ്ടി വന്നപ്പോൾ അവന്റെ പേര് പറഞ്ഞതാണ് എന്ന് പറയാൻ കഴിയാതെ നിൽക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യം ക്ലാസ്സിൽ മൊത്തം പാട്ടാവുകയാണ്. യുവിനും ചെന്നിനും ഇടയിൽ റിലേഷൻ ഉണ്ടെന്ന രീതിയിൽ ഒരു ടോക്ക് വരുമ്പോൾ തന്നെ കുട്ടികളും പ്രത്യേകിച്ച് യുവും അത് കേട്ട് ഞെട്ടുന്നുണ്ട്. അതപ്പോ ഞാൻ അറിയാതെ ഞാൻ എപ്പോഴും പ്രണയത്തിലായതെന്നാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ അതിനെപ്പറ്റി ചെന്നിനോട് ചോദിക്കാനായി അവളുടെ അടുത്തേക്ക് വരുമ്പോഴെല്ലാം അവൾ അവനെ കാണുമ്പോഴേ പേടിച്ചോടുകയാണ്. സംസാരിക്കാൻ നിന്ന് കൊടുക്കുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു കൊടുക്കാം. അന്ന് ക്ലാസ് കഴിഞ്ഞ് അവൾ പോകാൻ നിൽക്കുന്ന ഒരു സമയം അവൻ അവളെ കാത്തു നിൽക്കുന്നു. ആ സമയത്ത് തനിക്ക് എക്സാമിന് മാർക്ക് കുറഞ്ഞപ്പോ പെട്ടെന്ന് ഒരു കള്ളം പറയേണ്ടി വന്നതാണ്. അങ്ങനെയാണ് അവൻ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് കള്ളം വീട്ടിൽ പറഞ്ഞതെന്നെല്ലാം അവൾ ക്ലാരിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ പിന്നീട് അത് കേട്ട് അവളെ മൈൻഡ് ആക്കാതെ പോവാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഫുൾ അവളുടെ പിറകെ നടപ്പ് അവൻ ശീലാക്കും. അത് ശ്രദ്ധിക്കുന്ന ക്ലാസ് ടീച്ചർ അതിനെപ്പറ്റി ചോദിക്കുന്ന ടീം ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്നൊക്കെ വെറുതെ റൂമർ വരുന്നത് മിസ്സേ, അന്നും എനിക്ക് അവളെ ഇഷ്ട ഇന്നും ഇഷ്ട, ഇത് ബ്രേക്കപ്പ് അവനും പോകുന്നില്ല എന്നെല്ലാം അവൻ ഇങ്ങനെ മിസ്സിനോട് പറയുന്നത് കേട്ട് ഇവൻ ഇത് എന്തൊക്കെ ഇപ്പൊ അടച്ചു വിടുന്നതെന്ന് ചെന്നാകെ ഷോക്കാവുന്നു. അവൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നീ എന്തായാലും ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഒരു കള്ളം പറഞ്ഞു, അതങ്ങനെ അങ്ങ് മുന്നോട്ട് പോട്ടെ, വെറുതെ ഇനി അത് ബ്രേക്കപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് അതിനെ ഇങ്ങനെ വളച്ചൊടിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നവൻ തനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല, മറിച്ച് അവളെ സഹായിക്കാൻ വേണ്ടി മാത്രം താനും ബോയ് ഫ്രണ്ട് ആണെന്ന രീതിയിൽ പെരുമാറി എന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഇവർക്കിടയിലെ റിലേഷൻ ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല, അതിപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഇവർ സംസാരിക്കുന്നതൊക്കെ മറിഞ്ഞിരുന്ന് ശ്രദ്ധിക്കുന്ന അവളുടെ അമ്മയ്ക്ക് ആകെ ദേഷ്യം വരുന്നു. നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ ആ പയ്യനെ പറ്റി അന്വേഷിച്ചു, അവനേക്കാളും പ്രായം കൂടുതലുള്ള ഒരു പെൺകുട്ടിയായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അവനിപ്പോ നിന്റെ പുറകെ നടക്കുന്നത് എന്നൊക്കെ അമ്മ പറയുമ്പോൾ അത് അവൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. അമ്മ മാരീഡ് ആയിരിക്കെ തന്നെ മറ്റൊരാളുമായി റിലേഷൻ വെച്ചോണ്ടിരുന്ന ഒരാളാണ്, എന്നിട്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നത് എന്ന കലിപ്പിൽ അവള് ഞാൻ ഈ റിലേഷൻ എന്തായാലും കളയില്ല, എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് തന്നെ അപ്പോഴത്തെ ഒരു വാശിക്ക് അമ്മയെ വെല്ലുവിളിക്കാണ്. എങ്കിലേ അതെനിക്കൊന്ന് കാണണം, ഞാൻ അവനെ വന്ന് കണ്ട് സംസാരിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അടുത്ത ദിവസം സ്കൂളിലേക്ക് താൻ വരുമെന്ന് തന്നെ അമ്മ പറയുന്നു. അത് കേൾക്കുന്ന ചെന്നിനാകെ വല്ലാത്ത പേടി. അവൾ
അടുത്ത ദിവസം യുവിനെ ചെന്ന് കണ്ട് തന്റെ അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ തങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് പറയരുതെന്നും തങ്ങൾ ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകുമെന്നും പറയണമെന്നും ആവശ്യപ്പെടുകയാണ്. അതുപ്രകാരം അന്ന് അമ്മ എത്തുന്ന ടീം അവൻ ആ രീതിയിൽ തന്നെ അമ്മയോട് സംസാരിക്കുമ്പോൾ അതിന് നിങ്ങൾ ബ്രേക്കപ്പ് ആവണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ, നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ രണ്ടുപേരും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് അമ്മ പറയുമ്പോൾ അമ്മ ഇങ്ങനെ അല്ലല്ലോ തന്നോട് പറഞ്ഞത്, ഇപ്പൊ എന്താ അമ്മയുടെ സ്വഭാവം ഇങ്ങനെ മാറിയത്, ആളാകെ മാറി മറിഞ്ഞാണല്ലോ സംസാരിക്കുന്നത് എന്ന് അത് കേൾക്കുന്ന ചെന്നാകെ അന്തം വിടുന്നു. അന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞ് എന്തുകൊണ്ടാണ് താൻ ഇടപിടിയുന്നത് തന്റെ അഭിപ്രായം മാറ്റിയതെന്നതിന് അമ്മ ക്ലാരിഫിക്കേഷൻ നൽകുന്നുണ്ട്. അതായത് ഇപ്പോൾ മനസ്സ് സന്തോഷകരമായിരുന്നാലേ തന്റെ പഠനമൊക്കെ നല്ല രീതിയിൽ ചെന്നിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും യുവുമായുള്ള റിലേഷൻ അവൾക്ക് ഹാപ്പിനെസ് നൽകുന്നെങ്കിൽ അതങ്ങനെ പൊക്കോട്ടെ, കുഴപ്പമില്ല, മറിച്ച് പഠനം ഒരു രീതിയിലും മുഴപ്പാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതിയെന്നുമായിരുന്നു അമ്മ അഭിപ്രായപ്പെട്ടത്. അങ്ങനെ അടുത്ത ദിവസം സ്കൂൾ വെച്ച് ചെന്നും യുവും കണ്ടുമുട്ടുമ്പോൾ യു അത്യാവശ്യം സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അവനിപ്പോ തന്റെ കൂടെ ഒരു ലൈവ് വീഡിയോ ചെയ്യാമോ എന്ന് ചെന്നിനോട് ആവശ്യപ്പെടുമ്പോൾ അവളും അതിന് സമ്മതിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് വീഡിയോ സ്ട്രീം ഒക്കെ ചെയ്യുമ്പോൾ രണ്ടുപേരും നല്ല ജോഡിയാണെന്നും നല്ല ചേർച്ചയാണെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് അവരുടെ പേരിനെ കോംപ്ലിമെന്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സൈഡിലൂടെ നടക്കുന്നുണ്ടെങ്കിലും ചെന്നിനും യുവിനും ഇടയിൽ അങ്ങനെ ഒരു സീരിയസ് പ്രണയമൊന്നും തുടങ്ങിയിട്ടില്ല. അവർ ഈ കാര്യകാരണങ്ങൾ കൊണ്ട് റിലേഷൻഷിപ്പ് എന്ന കണക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഭാവിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ചെന്നിന്റെ അമ്മയെ കാണാനായി അവരുടെ ബോയ് ഫ്രണ്ട് എത്തുന്നു. അവർ രണ്ടുപേരും വീടിന്റെ വെളിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ക്ലാസ് കഴിഞ്ഞ് ചെന്നിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനായി യുവും കൂടെ എത്തുന്നത്. അമ്മയുടെ കൂടെ നിൽക്കുന്ന ഇയാളെ കണ്ട് പെട്ടെന്ന് ഇത് ചെന്നിന്റെ അച്ഛനാണെന്ന് കരുതി അവൻ ചെന്ന് സംസാരിക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തുന്ന ചെൻ ഇത് തന്റെ അച്ഛനല്ല എന്ന കാര്യം യുവിനോട് പറയുന്നത്. ശേഷം അമ്മയോട് ആരമ്മ ഇതെന്ന് ചോദിക്കുമ്പോൾ ഇത് അമ്മയുടെ ഫ്രണ്ടാ, അമ്മയുടെ കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞ് അമ്മ അവരെ രണ്ടുപേരെയും നിങ്ങൾ വീട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കോ കുടിക്കോ ഒക്കെ ചെയ്യുന്നു പറഞ്ഞു വിട്ട ശേഷം അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് മാറി നിന്നിവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പോകുന്നതിന് മുന്നേ അവർ കിസ് ചെയ്യുന്നതും ചെന്നും യുവും കാണുന്നുണ്ട്. അപ്പോഴേ യുവിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകുന്നുണ്ട് ചെൻ ഇതുവരെ പറയാതെ മാറ്റിവെച്ചിരുന്ന അവളുടെ ലൈഫിലെ ഈ ഒരു അധ്യായത്തെ പറ്റി. അങ്ങനെ ഇരിക്കാണ് ചെന്നിന്റെ 18ാമത്തെ പിറന്നാൾ വരുന്നത്. അവൾക്കൊരു അപ്രതീക്ഷിത പിറന്നാൾ സമ്മാനം യു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരിക്കൽ അവന്റെ താമസ സ്ഥലത്തേക്ക് അവൾ വന്ന സമയം അവിടെ വെച്ച് അവൾ പാടിയ ഒരു പാട്ട് രഹസ്യമായി അവൻ റെക്കോർഡ് ചെയ്തത് അത്യാവശ്യം DJ കാര്യങ്ങളൊക്കെ അറിയാവുന്നവൻ മിക്സ് ഒക്കെ ചെയ്ത് നല്ലൊരു ട്രാക്ക് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. കൂടാതെ പേരൻസിന്റെ കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു നൈറ്റ് ക്ലബിലേക്ക് അവൾ യുവിന്റെ കൂടെ പോകുന്നുണ്ട്. അവിടെ വെച്ച് യുവിനെ കിസ് ചെയ്യണമെന്ന് അവനോട് താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്ന ചെൻ കരുതുന്നുണ്ടെങ്കിലും അവൻ അതിന് സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് വല്ലാതെ സങ്കടം വരുന്നവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാനായി തുടങ്ങുമ്പോഴാണ് അവളോട് ഒരിക്കലും അവന് താല്പര്യം തോന്നിയിട്ടില്ലെന്നും ഈ ഒരു നൈറ്റ് ക്ലബിൽ ഇന്ന് തന്റെ എക്സ് ഗേൾ ഫ്രണ്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ തന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് കാണിച്ച് ആ എക്സിന്റെ മുന്നിൽ ഒന്ന് ഞെളിഞ്ഞു നിൽക്കാനായിട്ടാണ് താൻ ചെന്നിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നും അവൻ പറയുമ്പോൾ അപ്പോൾ നീ എന്നെ അഡ്വാൻറ്റേജ് എടുക്കുകയായിരുന്നു അല്ലേ, നിനക്ക് എന്നോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലേ എന്നെല്ലാം അവൾ സങ്കടപ്പെടുമ്പോൾ അത് കേൾക്കുന്ന അവന് ദേഷ്യം വരുന്നു. ഞാൻ അഡ്വാൻറ്റേജ് എടുത്തോ? നീയല്ലേ ആദ്യം എന്നിൽ അഡ്വാൻറ്റേജ് എടുത്തത്. നിന്റെ അമ്മയുടെ റിലേഷൻഷിപ്പിനെ പറ്റി അറിഞ്ഞപ്പോൾ ആകെ തകർന്ന് നീ അത് പിന്നീട് ആരും അറിയാതിരിക്കാനായി ആ ഒരു ടോപ്പിക് ഒഴിവാക്കാനായി എന്റെ പേരെടുത്തിട്ടില്ലേ, നിന്റെ ഫ്രണ്ട് പോലും അല്ലാതിരുന്ന എന്നെ നിന്റെ ബോയ് ഫ്രണ്ട് ആക്കിയിരുന്നില്ലേ എന്നെല്ലാം അവൻ ദേഷ്യപ്പെടുമ്പോൾ അവൾ അതെല്ലാം സത്യമായതുകൊണ്ട് മറുത്തൊന്നും പറയാൻ സാധിക്കാതെ ആകെ സങ്കടത്തിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് പിണങ്ങിപ്പോകുന്ന വഴി ഒരു ഹോട്ടലിൽ തന്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. പക്ഷെ അവർ ഒറ്റയ്ക്കായിരുന്നില്ല, അച്ഛന്റെ കൂടെ അച്ഛന്റെ ഗേൾ ഫ്രണ്ട് കണക്കൊരു ലേഡിയും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് അവൾക്ക് മനസ്സിലാവുന്നത് പണ്ട് പ്രണയിച്ച് വീട്ടുകാരുടെ എതിർപ്പുകളെ മറികടന്ന് വിവാഹിതരായ തന്റെ അച്ഛനും അമ്മയ്ക്കുമിടയിൽ ഇപ്പോൾ ആ പ്രണയം അവർക്കിടയിൽ ഇല്ലാത്തതുകൊണ്ട് അവർ അവരുടെ മനസ്സിനിണങ്ങിയ പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ച് എന്നേ ലൈഫ് സെപ്പറേറ്റ് ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അവർക്കിടയിലെ ഈ അകൽച്ച അവരെ ഒന്നിപ്പിക്കുന്ന കണ്ണിയായ അവരുടെ മകൾ ചെന്ന് അറിയാതിരിക്കാനായി അവർ ഇത്രയും നാൾ അവളുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു എന്നത് മനസ്സിലാക്കുന്ന അവൾ ആകെ തകരുന്നു. അവൾക്ക് ഈ ഒരു ഭാരം ഒറ്റയ്ക്ക് താങ്ങാൻ വയ്യ. അതുകൊണ്ട് വേഗം തന്നെ യുവിനെ തേടി ചെല്ലുന്നവൾ അവന്റെ കൂടെ ഡ്രിങ്ക്സ് അടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ സങ്കടം ഈ പേരൻസിനെ പറ്റിയാണെങ്കിൽ അവന്റെ സങ്കടം അവൻ വൺ സൈഡായി ഇഷ്ടപ്പെട്ടിരുന്ന ആ പെൺകുട്ടിയെ പറ്റിയാണ്, അവന്റെ പഴയ ഗേൾ ഫ്രണ്ടിനെ പറ്റി. ആക്ച്വലി അവർക്കിടയിൽ അങ്ങനെ പ്രണയം എന്ന് പറയാനായിട്ട് ഒന്നും ഇല്ലെങ്കിലും അവൻ ആ പെൺകുട്ടി അവന്റെ ഇഷ്ടം തിരിച്ചറിയാതെ അവോയ്ഡ് ചെയ്തു പോയി എന്നതാണ് യഥാർത്ഥത്തിലെ സംഭവം. അങ്ങനെ വീണ്ടും ഇവർക്കിടയിലെ ഇഷ്യൂ ഒക്കെ മാറി രണ്ടുപേരും ഒന്നിച്ചങ്ങനെ മുന്നോട്ട് പോകുന്നു. ആ ഒരു സമയം ഒരു സമ്മർ ഫെസ്റ്റ് പ്രോഗ്രാം കാണാനായി അവർ പോകാനായി തീരുമാനിക്കുന്നു. വീട്ടിലൊന്നും പറയാതെയാണ് ചെന്നങ്ങനെ ഏടെ കൂടി ഇതിന് പുറപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ അപ്ഡേറ്റുകളൊക്കെ ലൈവായി തന്നെ യു നടത്തുന്നുണ്ട്. അവന്റെ കൂടെ ചെന്നുമുള്ളത് അങ്ങനെ അതുവഴി കണ്ടാണ് അവളുടെ വീട്ടുകാർ മനസ്സിലാക്കുന്നത്. ഇതേസമയം ഇവർ പോകുന്ന പ്രോഗ്രാമിന് തന്റെ ക്രഷ് ആയിരുന്ന മിൻ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാണ് അവളെ കാണാനും സംസാരിക്കാനും ഒരു അവസരത്തിനുമായി യു പോകുന്നത്. ഇതേസമയം പേരൻസ് അവരെ കണ്ടെത്താനായി പുറപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു മിന്നിന്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് കാണികൾക്കിടയിൽ ഒരാളായി വന്നു നിന്ന് യു അവളുടെ പെർഫോമൻസ് കാണുന്നുണ്ട്. അവന്റെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. അവൾ ഒരിക്കലും തന്നെ പ്രണയിച്ചിട്ടില്ലെന്നും അവളുടെ പ്രണയമെന്നും പാട്ടിനോടാണെന്നും ആ പ്രണയത്തിന്റെ ഇടയിൽ തനിക്കൊരു സ്ഥാനവുമില്ലെന്നും മനസ്സിലാക്കുന്ന അവൻ അടുത്തു നിൽക്കുന്ന
തന്നെ സ്നേഹിക്കുന്ന ചെന്നിനെ തന്നെ തിരിച്ച് പ്രണയിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ ഒരിക്കൽ ഇവനോടുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ട് അന്ന് അത് വേണ്ടാന്ന് വെച്ച അവൻ ഇന്ന് ആ ഇഷ്ടം അക്സെപ്റ്റ് ചെയ്ത് അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ ഇവരിവിടെ ഹാപ്പി നിൽക്കുമ്പോഴേക്കും പേരൻസ് എത്തുകയും രണ്ടുപേരെയും കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഒരു പെൺകുട്ടി അവളുടെ വീട്ടിൽ അറിയിക്കാതെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നതിന്റെ പേരിൽ അച്ഛൻ ശരിക്ക് യുവിനെ വഴക്ക് പറയുന്നുണ്ട്. തിരിച്ചവളെ ഹോട്ടൽ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന അമ്മ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിടിക്കാനായി നോക്കുന്നു. യു ഇനി ഇവരുടെ ലൈഫിൽ ഒരു തടസ്സമായി വരാതിരിക്കാനായി അവനെ എന്നേക്കുമായി കൊടുക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ്. യു മനഃപൂർവ്വം ചെന്നിനെ പറഞ്ഞുമായി ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടു വന്നതാണെന്നും അവൾ അവന്റെ കൂടെ ഇഷ്ടത്തിന് വന്നതല്ല എന്നും പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനായിട്ടുള്ളതായിരുന്നു. അത് മനസ്സിലാക്കുന്ന അവൾ അങ്ങനെ ഒന്നും അല്ല നടന്നതെന്നും തന്നെ ആരും തട്ടിക്കൊണ്ട് വന്നതല്ലെന്നും താൻ സ്വമേധയാ വന്നതാണെന്നും പറഞ്ഞ് ഇത്രയും നാളും മനസ്സിൽ മൂടിവെച്ച കാര്യങ്ങൾ അമ്മയുടെ മുന്നിൽ ഷൗട്ട് ചെയ്യുന്നു. അതായത് അമ്മയുടെയും അച്ഛന്റെയും മറ്റു റിലേഷൻഷിപ്പിനെ പറ്റിയും അവർക്കിടയിൽ ഇഷ്ടമില്ലാത്തതിനെ പറ്റിയും തനിക്ക് അറിയാമെന്നും അതൊക്കെ മൂലം അഫക്റ്റഡ് ആയാണ് താൻ ഇങ്ങനെ ആയതെന്നും പറയുന്നവൾ 18 വയസ്സ് തനിക്ക് പൂർത്തിയാകുന്ന സമയം അവർ ഡിവോഴ്സ് ആകുമെന്ന് തനിക്ക് അറിയാമായിരുന്നു എന്നും പക്ഷെ അവരെ എങ്ങനെങ്കിലും തന്റെ അടുത്ത് ചേർത്ത് നിർത്തണം എന്ന ആ ഒരു ചിന്ത തന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് തന്റെ വളരെ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാം പോലും വകവയ്ക്കാതെ താനെന്ന് അങ്ങനെയൊക്കെ ചെയ്തതെന്നും മനഃപൂർവ്വം അതിൽ ഫെയിൽ ആയതെന്നുമെല്ലാം അവൾ ഇങ്ങനെ അമ്മയോട് പറയുന്നു. ഇനി എന്നോട് ആരും കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞവൾ നേരെ യുവിനെ കാണാനായി പോകുമ്പോഴേക്കും യു ആകെ തല കറങ്ങി വീണ് അവനെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ശേഷം അവൾക്കും അവിടെ നിന്ന് പോരേണ്ടി വന്നു. എന്താണ് അവന് സംഭവിച്ചതെന്ന് അറിയില്ല. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ അന്ന് സാഹചര്യങ്ങൾ മൂലം മനഃപൂർവ്വം അവൾ തോറ്റുകൊടുത്ത ആ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി ഇപ്പോൾ നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് അത് എഴുതുന്ന ചെന്നിനെ നമുക്ക് കാണാം. പക്ഷെ അപ്പോഴും അവൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ യുവിനെ പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. എൻട്രൻസ് എക്സാം നല്ല രീതിയിൽ എഴുതി നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായുള്ള ഭാഗ്യം അപ്പോഴേക്കും തന്റെ കഷ്ടപ്പാടിലൂടെ ചെൻ നേടിയെടുത്തിരുന്നു. കൂടാതെ അവൾ അച്ഛന്റെയും അമ്മയുടെയും തീരുമാനങ്ങളെ അംഗീകരിക്കുന്നു. ഇപ്പോൾ സെപ്പറേറ്റ് ആയിരിക്കുന്ന അമ്മ അവരുടെ ബോയ് ഫ്രണ്ടുമായി നല്ലൊരു ജീവിതം നയിക്കുകയാണ്. അങ്ങനെ അടുത്തൊരു സമ്മർ ഫെസ്റ്റ് വരുന്ന സമയം അമ്മയുടെയും ഈ സ്റ്റെപ്പ് ഫാദറിന്റെയും കൂടെ അവൾ ആ ഫെസ്റ്റ് കാണാനായി പോകുന്നു. അവിടെ എത്തുന്ന അവൾ യുവിന്റെ വലിയ ബാനർ കാണുകയാണ്. കാരണം യുവിന് പണ്ടേയും മ്യൂസിക് വളരെ ഇഷ്ടമായിരുന്നു. അവൻ നല്ലൊരു DJ ആയിരുന്നു. അവൻ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അവന്റെ അക്കൗണ്ടിന്റെ യൂസർ നെയിം പോലും XYZ എന്നായിരുന്നു. അവന്റെ പാഷനെ പിന്തുടർന്ന് പഠനം ഉപേക്ഷിച്ച് അവന്റെ ഇപ്പോ പ്രശസ്തനായ DJ ആയി മാറിയിരിക്കുന്നു. അതും അതേ പേരിൽ തന്നെ DJ XYZ എന്നാണ് അവൻ അറിയപ്പെടുന്നത്. അവന്റെ പ്രോഗ്രാം ഇന്ന് നടക്കുന്നത് അറിഞ്ഞു തന്നെയാണ് അവൾ ഇവിടേക്ക് എത്തിയത്. അങ്ങനെ കാണികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വേദിയിൽ പെർഫോം ചെയ്യാനായി എത്തുന്ന പ്രശസ്ത DJ ആയ യുവിനെ മാറി നിന്നവൾ നോക്കിക്കാണുന്നു. കാണികൾക്കിടയിൽ ഒരാളായി അവന്റെ സംഗീതം ആസ്വദിച്ച് നിൽക്കുന്ന സമയം ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുന്നേ തന്റെ ക്രഷായിരുന്ന മിന്നിന്റെ പെർഫോമൻസ് ഇതേ കണക്ക് ഇവിടെ നോക്കി നിന്നിരുന്ന യുവിന്റെ അതേ ഫീലിംഗ്സിൽ ചെന്ന് നിൽക്കുകയാണ്. അവനിപ്പോ അവളുടെ കൂടെ ഇല്ല, അവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല എങ്കിൽ പോലും അവൻ അവന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി അവന്റെ ആഗ്രഹങ്ങൾ അവൻ നേടിയെടുത്തു എന്നത് അവളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അതല്ലല്ലോ അങ്ങനെയാ ചില സമയം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുത്തതിനേക്കാൾ ഒരുപാട് സന്തോഷം ഫീൽ ആവും. അങ്ങനെ ഇനി ഇവിടെ വെച്ച് ഇവരുടെ റിലേഷൻ വീണ്ടും മുന്നോട്ട് പോകുമോ അതോ ഒന്നും മിണ്ടാതെ വന്നതുപോലെ തന്നെ അവൾ വരവറിയിക്കാതെ തിരിച്ചു പോകുമോ എന്നതും കാണിക്കാതെ ഇവർ ഒന്നിക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ചില സമയം ലൈഫിൽ നമ്മൾ അറിയുന്ന നേരിടുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ പാടായിട്ടുള്ളതാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ചുറ്റിനുള്ളവരുടെ സന്തോഷത്തിനും നല്ലതെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇതൊക്കെ എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതേ കണക്കൊരു സിറ്റുവേഷനിലായിരുന്നു നമ്മുടെ കഥാനായികയായ ചെന്നും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടം കൊണ്ട് ഈ ഒരു കഥ അവസാനിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.